എല്ലാവർക്കും നമസ്കാരം. വീണ്ടും ഒരു ലോക സംഗീത ദിനം വന്നെത്തിയിരിക്കുകയാണ്. അന്താരാഷ്ട്ര സംഗീത ദിനം വേറെയുണ്ട്. ഈ ഒരു ലോക സംഗീത ദിനത്തിൽ നമ്മൾ വളർത്തിയെടുക്കേണ്ട ഒരു മികവ് എന്ന് പറയുന്നത് മറ്റ് രാജ്യങ്ങളിൽ വ്യത്യസ്തമായ സംസ്കാരങ്ങളെ ബന്ധപ്പെടുത്തി നിരവധി സംഗീത ശൈലികളുണ്ട്. അവയെ ബഹുമാനിക്കാനും അതിലുള്ള നന്മകളെ കൂടി ഉൾക്കൊള്ളാനുമുള്ള ഒരു വിശാലമായ മനസ്സാണ്. അതിന് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് പഞ്ചേന്ദ്രിയങ്ങൾ ഏറ്റവും കൂടുതൽ നമ്മളെ അതിന് സഹായിക്കുന്നത് ചെവിയാണ്, അല്ലെങ്കിൽ കാതാണ്. നമ്മൾ സംസാരിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ കാഴ്ച ശക്തി ഇല്ലാത്ത ഒരാൾക്ക് പോലും സംഗീതം കൊണ്ട് നടക്കാം. നിശബ്ദനായ സംസാരിക്കാൻ കഴിയാത്ത ഒരാൾക്ക് വേണമെങ്കിൽ ഉപകരണങ്ങളിലൂടെ സംഗീതം കൊണ്ടുവരാം. എന്നാൽ കാതില്ലാതെ ശ്രവണശേഷിയില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഗായകനാവുക അല്ലെങ്കിൽ സംഗീതജ്ഞനാവുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ലോകത്തിലുള്ള എല്ലാ സംഗീത ശൈലികളും നമുക്ക് പഠിക്കാൻ സാധിച്ചു എന്ന് വരില്ല. എന്നാൽ അതെല്ലാം കേൾക്കാനും ആസ്വദിക്കാനും നമുക്ക് പറ്റും. ഇപ്പോൾ പലപ്പോഴും ശാസ്ത്രീയ സംഗീതം എന്ന് പറയുന്നത് പണ്ഡിതൻ്റെ സംഗീതമായിട്ടാണ് പൊതുവെ പലരും സംസാരിച്ച് കേൾക്കാറുള്ളത്. നമുക്ക് ഈ ഒരു വേർതിരിവില്ലാതെ പണ്ഡിതൻ്റെ സംഗീതമെന്നോ പാമരൻ്റെ സംഗീതമെന്നോ വേർതിരിവില്ലാതെ സംഗീതം ആസ്വദിക്കാൻ സാധിക്കണം. എല്ലാ രാജ്യങ്ങളുടെയും സംഗീതം സൗകര്യം പോലെ ഇരുന്ന് കേൾക്കാൻ നമുക്ക് സമയം തികയാതെ വരും. എന്നാലും പരമാവധി കേൾക്കാൻ ശ്രമിക്കുക. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഈ എല്ലാ സംഗീതവും പ്രപഞ്ചത്തിൽ മുഴങ്ങി നിൽക്കുന്നത്, നിറഞ്ഞു നിൽക്കുന്നത് ഒരൊറ്റ സംഗീതമേ ഉള്ളൂ, ദൈവത്തെ പോലെ. അത് 7 സ്വരങ്ങളെ അടിസ്ഥാനമാക്കി 12 സ്വരസ്ഥാനങ്ങൾ, 16 സ്വരസ്ഥാനങ്ങളെ, കൂടുതൽ മുന്നോട്ട് പോകുമ്പോൾ 22 ധ്വനികളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഈ 22 ധ്വനികളിലാണ് നമുക്ക് വ്യത്യസ്തത പുലർത്താൻ സാധിക്കുന്നത്. അറേബ്യൻ സംഗീതവും ആഫ്രിക്കൻ സംഗീതവും നമ്മുടെ കേരളീയത നിറഞ്ഞു നിൽക്കുന്ന നാടോടി സംഗീതവും എല്ലാം ഈ ഒരൊറ്റ സംഗീതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവയാണ്. അപ്പോൾ ഈ ഒരു വേർതിരിവില്ലാതെ സംഗീതം ആസ്വദിക്കാനുള്ള ഒരു കഴിവ് ഉണ്ടാവണമെന്ന ആഗ്രഹമാണ് ഈ ലോക സംഗീത ദിനത്തിൽ നമ്മുടെ മനസ്സിൽ ശക്തമാവേണ്ടത്. എല്ലാവർക്കും ലോക സംഗീത ദിനാശംസകൾ നേരുന്നു.